Good morning, welcome to my YouTube channel in day 4 ആണ്. സോ ഞങ്ങൾ ഇപ്പോൾ ഖാസയിലാണ്. ഖാസയിലിപ്പോൾ സമയം 8:30. സോ വി ആർ ഹിയർ ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ചാർ ബട്ടർ ബ്രെഡ് ബട്ടർ ചാർ. Hi guys, good morning. Good morning. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോവാണ്. ഹിക്കിം പോസ്റ്റ് ഓഫീസാണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് നിൽക്കുന്ന പോസ്റ്റ് ഓഫീസ്. പറയാ ഇവിടെ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു വ്യത്യാസമില്ല. ഹിക്കിം പോസ്റ്റ് ഓഫീസിലെത്തി. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്നതും പോസ്റ്റ് ബോക്സിന്റെ രൂപത്തിൽ. ഇവിടെ ഹോളിഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾ കാർഡൊക്കെ എഴുതി ലെറ്ററൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് പോകും. ഇന്ന് ക്യാ ഹേ ഹോളിഡേ കെ ലിയേ ലോക്കൽ ഫംഗ്ഷൻ നടക്കണ ഒരു പോസ്റ്റ് ഓഫീസ് ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടുത്തെ പ്ലേസസ് ഉണ്ട്. ഈ പോസ്റ്റ് കാർഡ്സ് നമ്മൾ 2 അഡ്രസ് എഴുതി അയക്കാം. സ്റ്റാമ്പ് ഒട്ടിക്കണം. ഒരു പോസ്റ്റ് കാർഡിന് 2 സ്റ്റാമ്പ്. ആൻഡ് ഒരു പോസ്റ്റ് കാർഡിന് റേറ്റ് വരുന്ന 30 rupees. ഞാൻ 11 കടന്നു. 11 എണ്ണത്തിൽ ഞാൻ ഇവിടെ കുത്തിയിരുന്നത്. ഇതിന് ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്യും. 11 പേർക്ക് കിട്ടുന്നു. നമ്മളിവിടെ കോമിക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഈ സ്ഥലം ഇസ് ദി ഹയസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് കണക്റ്റഡ് വിത്ത് മോട്ടോറബിൾ റോഡ്. ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ 15,000 feet. മീറ്റേഴ്സ് 4,500 meters. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മല കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ചൈനയാണ്. ചൈന ഇത് ഹയസ്റ്റ് സ്ഥലമായത് കാരണം ചിലപ്പോൾ ഹയസ്റ്റ് ബാത്റൂം ഇവിടെ തന്നെ ഇരിക്കും. വേൾഡ്സ് ഹയസ്റ്റ് ബാത്റൂം വിചാരിക്കുന്ന പക്ഷെ വൃത്തി സാധാരണ ഇവിടെ വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഉള്ളതാണ്. എന്തോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞു റൂംസ് ഉണ്ട്. സൈഡിലൊക്കെ ഇവിടെ ആരെങ്കിലുമൊക്കെ തന്നെ ഓരോ റൂംസിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു മണിയുണ്ട്. ഈ മണി നമുക്ക് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടെങ്കിൽ അടിക്കണം.
നല്ല വിശപ്പ്. ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് സ്ഥലത്ത് ഞങ്ങൾ വേഗ സ്ഥലമാണ്. കാരണം ഇവിടെ കുറേ നേരം നിന്നാൽ നമുക്ക് എന്തുവരും അടുത്ത സ്ഥലത്തേക്ക് പോകണം. പൗർണമി ഈ സ്ഥലത്തിന്റെ പേരെന്ത്? ലെൻസ. നമ്മൾ നേരത്തെ പോയ ഹയസ്റ്റ് ഓൾട്ടിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി നോക്കി ഭയങ്കര ഞങ്ങളൊരു ടാബ്ലറ്റ് കഴിച്ചിട്ട് ഭയങ്കര കഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് അയച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. വയ്യാണ്ടാവും. ഒരു സ്ഥലത്ത് ലഞ്ച് കഴിക്കാൻ വന്നേക്കണം. അവിടെയാണെങ്കിൽ നമുക്ക് മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ ഹട്ടൊക്കെ ഞങ്ങളുടെ വാഷ്റൂം അന്വേഷിച്ചാണ്. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു. അവിടെ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര റേറ്റാണ്. ഒരു മട്ടൻ കറിക്ക് 800. ഞങ്ങൾ ഒരു മാഗി പറഞ്ഞു. ചിക്കൻ ഫ്രൈ എല്ലാവരും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ചന്ദ്രത്താലില് സ്റ്റേ അടിച്ച പോലെ ബാത്റൂം. ഭയങ്കര വെയിലാണ് ഗൈസ്. വെയിലല്ല, ഭയങ്കര ലൈറ്റ്. മൊത്തത്തിലൊരു സുഖമില്ലാത്ത കാരണം ഞങ്ങളെല്ലാവരും ലൈം ടീ കുടിച്ചോണ്ടിരിക്കുന്നത്. കുറച്ച് ആശ്വാസമുണ്ട്. മാഗി നൂഡിൽസ്. ഭയങ്കര ചൂടാ. അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ചിക്കൻ ഫ്രൈ. എത്തിയിരിക്കുന്നത് എവിടെയാണ്? ഡങ്കർ മൊണസ്ട്രി അല്ല, ബിൽഡ് ചെയ്തിരിക്കുന്നത് മഡിലാണ്. ഇവിടെയുള്ള ഈ ചുമന്നത് കളർ അടിച്ചേക്കണേ.
ട്രാവൽ ഞങ്ങൾ ആദ്യത്തെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത സ്ഥലത്തെത്തി. ഈ സിറ്റിയുടെ പേരാണ് ടാബോ. ഒരു ചായ കുടിച്ചിട്ട് വരാം. ഇവിടെ ആളുകൾ സ്റ്റേ ചെയ്യണം. ടാബോ എന്ന സ്ഥലം. ഇതാണ് എന്ന് ഞങ്ങളുടെ റൂം. ആപ്പിൾ തോട്ടം പറിക്കാനൊന്നും പറ്റില്ല. അതാണ് ഒരാൾക്കാർ കൃഷി ചെയ്യുന്നതാണ്. ഓരോ റൂമിലും ഇവിടുത്തെ ഓരോ വില്ലേജിൻ്റെ പേരുള്ള രാത്രി ഇതുണ്ട്. ഞങ്ങള് ഇവിടുത്തെ ഗുഹയുണ്ട്. അതൊക്കെ ഗുഹയിൽ പോയിട്ട് വരാം. ലൈറ്റൊക്കെ ഇത്തിരി ഓഫാറായി. ആക്ച്വലി ഇപ്പോൾ 7:30 ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ക്ലൈമറ്റ് അറിയില്ല, കുറച്ച് ഡേ ലൈറ്റ് കൂടുതലായി. കാരണം രാവിലെ എണീറ്റിനി ഗുഹയിലൊക്കെ പോയി വരുമ്പോൾ നമ്മൾ പിന്നെയും രാവിലെ തന്നെ ടയർഡാവും. പിന്നെ ഓർത്ത് ഇപ്പം ഗുഹയിൽ പോയി ഗുഹ കവർ ചെയ്യാം. കുറച്ച് ഇരുട്ടായി. നടന്നാലേ ഊഹാടളങ്ങി ഗൈസ്. നോക്ക്, ഇതാണ് ഗുഹ. ആ ഗുഹയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാം എങ്ങനെയുണ്ടോ? അമേസിങ്. അതിമനോഹരമായ ടാബോ നഗരം. ഇലക്ട്രിസിറ്റിയാൽ വർണ്ണശബളമായിരിക്കുന്നു ടാബോ നഗരം. ഭയങ്കര സ്ലിപ്പറി അറിയോ, പൊടിയാ. സ്ലിപ്പായി പോകാനും ചാൻസ് ഉണ്ട്. പതുക്കെ വേണം നടക്കാൻ. ഗുഹയുടെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. അയ്യോ പ്രേതം. വൃത്തിയാക്കി തന്നെ നിറയെ പൊടിയാണ്. കരിഞ്ഞ രേഷനും സോറി ഗസ് കാണാൻ പറ്റുന്നില്ല, കരിഞ്ഞു പോയി. അവള് ലൈറ്റിൽ പോയിരുന്നിട്ട് നമ്മളെല്ലാം കരിച്ചു.